ഇപ്പോൾ ഈ ചെറിയ കുട്ടികൾക്ക്, കൗമാരപ്രായത്തിലുള്ളവർക്ക്, മുതിർന്നവർക്ക് പ്രായഭേദം അന്യേ ഈ മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെ വ്യത്യാസപ്പെടുന്നത് ഈ വ്യത്യസ്ത പ്രായക്കാർക്കിടയിൽ? പല പ്രായത്തിലും പല തരത്തിലുള്ള മാനസിക രോഗങ്ങളാണ് ഉണ്ടാവുക. അതായത് ഇപ്പം നമ്മൾ കുട്ടികളുടെ കാര്യം എടുക്കും. കുട്ടികളാണെങ്കിൽ ചെറിയ പ്രായത്തിൽ തന്നെ നമുക്ക് ഓട്ടിസം, ഇൻഫൻറ്റൈൽ ഓട്ടിസം, ഒരു 6 മാസം ജനിച്ച് കഴിയുമ്പോഴേക്ക് തന്നെ ഈ ഓട്ടിസം എന്നുള്ള ഒരു ഒറ്റയ്ക്ക് നടക്കുക എന്നുള്ള പ്രവണത ഉണ്ടല്ലോ, ഓട്ടിസ്റ്റിക്, ആ ഒരു പ്രവണത നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. 6 മന്ത്സ് കഴിയുമ്പോഴേക്കും നമുക്ക് കാണാം. കുട്ടികളിൽ വരുന്ന രോഗമാണ്. ഇനി കുട്ടികളിൽ വരുന്ന ADHD, അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി, ഒരു വർഷം കഴിയുമ്പോഴേക്ക് തന്നെ കുട്ടികൾ അടങ്ങിയിരിക്കാതെ പിരിപിരിപ്പായിട്ട് ഇരിക്കുന്നു, നടക്കുന്നു, ഓടുന്നു, ചാടുന്നു, അത് നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഒരു IQ കുറവ്, സബ്നോർമൽ IQ, കുട്ടികൾ സ്കൂളിലേക്ക് പോകുമ്പോൾ തന്നെ നമുക്ക് ആ പഠനം തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ കഴിയും. പിന്നെ കുട്ടികൾ കാണുന്ന ലേണിംഗ് ഡിസേബിലിറ്റി, വായിക്കാനുള്ള ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ കണക്ക് കൂട്ടാനുള്ള ബുദ്ധിമുട്ട്, എഴുതാനുള്ള ബുദ്ധിമുട്ട്. പിന്നെ കോണ്ടക്ട് ഡിസോർഡർ, സ്വഭാവ ദൂഷ്യരോഗം എന്ന് പറയും കുട്ടികളിൽ. നുണ പറയുക, ക്ലാസ്സിൽ നിന്ന് മുങ്ങുക, കുട്ടികളായിട്ട് അടി കൂടുക, അല്ലേ, കക്കുക, മോഷ്ടിക്കുക, അതാണ് സ്വഭാവ ദൂഷ്യരോഗം, കോണ്ടക്ട് ഡിസോർഡർ. അപ്പോൾ ഇതെല്ലാം കുട്ടികളിൽ വരുന്ന രോഗമാണ്. ഇനിയിപ്പം കുറച്ചൊരു അഡോളസനിൽ എത്തുമ്പോഴേക്കും വരുന്ന മറ്റ് രോഗങ്ങളുണ്ട്. ഡിപ്രഷൻ, സ്കീസോഫ്രീനിയ, ബൈപ്പോളാർ ഡിസോർഡർ, പിന്നെ 18 വയസ്സിന് ശേഷം വരുന്ന പല പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ഉണ്ട്. ഇമോഷണലി അൺസ്റ്റേബിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്നൊക്കെ പറയുന്ന ഈ അസുഖങ്ങളുണ്ട്. ഹിസ്ട്രിയോണിക് ഡിസോർഡർ എന്നൊക്കെ പറയില്ലേ നമ്മൾ, ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ. 18 വയസ്സിന് ശേഷമാണ് പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സിനൊക്കെ പറയുക. ഇനിയിപ്പം നമുക്കൊരു പ്രായമാവുമ്പോൾ, ഒരു 55-60 വയസ്സിന് മേലെ എത്തുമ്പോഴേക്കും വയസ്സാകുമ്പോൾ വരുന്ന ഒരു പ്രധാനപ്പെട്ട ഡിമെൻഷ്യ, മറവി രോഗം, ആൽഷിമേഴ്സ്, ഫ്രോണ്ടോ ടെമ്പറൽ ഡിമെൻഷ്യ, അങ്ങനെ കുറേ രോഗങ്ങളുണ്ട്. അപ്പം ഓരോ പ്രായത്തിനനുസരിച്ചും പലതരത്തിലുള്ള മാനസിക രോഗങ്ങളുണ്ട്. പക്ഷേ എല്ലാ പ്രായക്കാരിലും ഈ ഡിപ്രഷൻ, ആങ്സൈറ്റി ഡിസോർഡേഴ്സ് എല്ലാ പ്രായത്തിനും കാണപ്പെടാം. പക്ഷേ ചില പ്രായത്തിൽ മാത്രം കാണപ്പെടുന്ന ചില രോഗങ്ങളുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ശ്രദ്ധിക്കണം.